ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബീട്രൂട്ടും ഡേറ്റ്സും വെച്ചിട്ട് ഒരു അച്ചാറാണ്. അപ്പോൾ അതിനാദ്യം ഒരു ബീട്രൂട്ട് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഈന്തപ്പഴം വേണം. അത് നല്ലതുപോലെ കുരുവൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതാണ്. ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വേണം, പച്ചമുളക് വേണം, പിന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി വേണം, കുറച്ച് കറിവേപ്പില വേണം. ഇത് ഞാൻ അച്ചാറിടുന്നതിന് എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ കൊണ്ടും അച്ചാറിടാം, എള്ളെണ്ണയ്ക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ട്. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തീ കുറച്ചിട്ടിട്ട് വേണം ചേർത്ത് കൊടുത്തിട്ട് നല്ല ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഇതെല്ലാം ഇട്ടിട്ട് ഇളക്കി നല്ലപോലെ ഇളക്കി തന്നെ എടുക്കണം. പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയിലൊന്നും ഒട്ടും വെള്ളം പാടില്ല, പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ അച്ചാർ ചീത്തയായി പോകും. ഇത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് ബ്രൗൺ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവ് അനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ഞാൻ കുക്ക് ചെയ്തിട്ട് ഒന്നുമല്ല ഇതിനകത്ത് ഇടുന്നത്, ഗ്രേറ്റ് ചെയ്ത് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിലിട്ടിട്ട് തന്നെ ഇനിയൊന്ന് വേവിച്ചെടുക്കണം. ബീട്രൂട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. വിനാഗിരിയും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ 1/4 കപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഈന്തപ്പഴമൊക്കെ കുക്കായി വരുമ്പോൾ ഒന്നുകൂടി നല്ലപോലെ സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് കുറവായതുകൊണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 2-3 നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഈന്തപ്പഴവും ബീട്രൂട്ടും ഒക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം ബീട്രൂട്ട് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.